ഹായ്! ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ഒരു ചെറിയ കാര്യമാണ്. അതായത് കോൺട്രാക്ഷൻസ് അല്ലെങ്കിൽ ഷോർട്ട് ഫോംസ്. മലയാളത്തിൽ പറഞ്ഞാൽ ചുരുക്കെഴുത്തുകൾ എന്ന് നമ്മൾ പറയും. നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ അച്ചടി ഭാഷയിലെ പോലെയല്ല സംസാരിക്കുന്നത്. ഇപ്പം നമ്മൾ പല വാക്കുകളും ചുരുക്കിയാണ് സംസാരിക്കുന്നത്. ഇതേപോലെ തന്നെ ഇംഗ്ലീഷ് സ്പീക്കിങ്ങിൽ വരുമ്പോഴും പല വാക്കുകളും നമ്മൾ എഴുതുന്നത് പോലെ ആവില്ല വായിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വ്യത്യാസം ഉണ്ടാകും. ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വിൽ നോട്ട് എന്ന് നമ്മൾ എഴുതും, എങ്കിലും അത് വായിക്കുന്നത് വിൽ നോട്ട് എന്നായിരിക്കില്ല, അല്ലെങ്കിൽ പറയുന്നത് അങ്ങനെ ആയിരിക്കില്ല. എങ്ങനെയായിരിക്കും? വോണ്ട് എന്നാണ്. സോ ഇതേപോലെ ഇംഗ്ലീഷ് സ്പീക്കിങ്ങിൽ മാത്രം യൂസ് ചെയ്യുന്ന ഷോർട്ട് ഫോംസിനെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കണം, ഇതൊരിക്കലും റൈറ്റിങ്ങിൽ ഉപയോഗിക്കുവാൻ പാടില്ല. ഇത് നമുക്ക് സംസാരിക്കുവാനും കേൾക്കുവാനും ലിസണിങ്ങിനും വേണ്ടി മാത്രം ഉപകാരപ്പെടുന്നതായിരിക്കും. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് ചുരുക്കെഴുത്തുകൾ അഥവാ കോൺട്രാക്ഷൻസിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, ഒന്നാമതായിട്ട് അയാം. അയാം എന്നുള്ളത് നമ്മൾ ഷോർട്ട് ഫോമായിട്ട് എഴുതുന്നത് I_M എന്നാണ്. ഇനി അത് ഉച്ചരിക്കുന്നത് ആം എന്നാണ്. അയാം എന്നുള്ളത് ആം എന്നാണ് ഉച്ചരിക്കുന്നത്. ആം ഇൻ ലവ് വിത്ത് ഹർ, ആം ഇൻ ലവ് വിത്ത് ഹർ. ഐ വിൽ ഓർ ഐ ഷാൽ എന്നുള്ളതിൻ്റെ ചുരുക്കെഴുത്ത് എന്ന് പറയുന്നത് I_L ആണ്. ഓക്കെ, ഇനി അതിൻ്റെ ഉച്ചാരണം എന്ന് പറയുന്നത് ഐൽ എന്നാണ്. ഐൽ പ്ലേ ടുമോറോ, ഐൽ പ്ലേ ടുമോറോ. ഐ ഹാവ് എന്നുള്ളതിൻ്റെ ചുരുക്കെഴുത്ത് എന്നുള്ളത് I_VE എന്നാണ്. ഓക്കെ, ഇനി അതിൻ്റെ ഉച്ചാരണം എന്ന് പറയുന്നത് ഐവ് എന്നാണ്. ഐവ് ഡൺ ദി പ്രോജക്റ്റ്, ഐവ് ഡൺ ദി പ്രോജക്റ്റ്. ഐ വുഡ് എന്നുള്ളതിൻ്റെ ചുരുക്കെഴുത്ത് എന്ന് പറയുന്നത് I_D എന്നാണ്. ഇനി അത് ഉച്ചരിക്കുന്നത് ഐറ്റ് എന്നാണ്. I'd go to Delhi this week, I'd go to Delhi this week. ഓക്കെ, ഐ ഹാഡ് എന്നുള്ളതിനും ഷോർട്ട് ഫോം എന്ന് പറയുന്നത് I_D എന്നാണ്. ഇനി നമ്മൾ മുമ്പേ പഠിച്ചു ഐ വുഡിനും I_D എന്നാണ് ഷോർട്ട് ഫോം. ഇനി അത് ഉച്ചരിക്കുന്നത് ഐറ്റ് എന്നാണ്. എന്നാൽ ഇത് തമ്മിൽ എങ്ങനെ നമ്മൾ തിരിച്ചറിയും? സോ ഇപ്പം ഐ ഹാഡ് ആണെങ്കിൽ അതിനെ ഫോളോ ചെയ്യുന്ന വേർബ് എന്ന് പറയുന്നത് V3 ആയിരിക്കും. അതേസമയം വുഡ് ആണെങ്കിൽ അതിനെ ഫോളോ ചെയ്യുന്ന വേർബ് എന്ന് പറയുന്നത് നോർമൽ അല്ലെങ്കിൽ ഡെയർ ഇൻഫിനിറ്റീവ് ഫോം ആയിരിക്കും, അതായത് V1 ഫോം ആയിരിക്കും. I'd been there when he came, I'd been there when he came. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടുത്തെ ഐഡ് കഴിഞ്ഞ് ബീൻ എന്നുള്ള V3 ഫോമാണ് വന്നത്. മുമ്പേ I'd go എന്ന് പറയുന്ന V1 ഫോമാണ് ഉള്ളത്. ഓക്കെ, ശ്രദ്ധിക്കുക. യു ആർ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം എന്നത് U_RE എന്നാണ്. ഓക്കെ, യോർ എന്നാണ് ഉച്ചരിക്കുന്നത്. യോർ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ, യോർ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ. യു വെയർ എന്നുള്ളതിനും നമ്മളുടെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് U_RE എന്നാണ്. അതിൻ്റെ ഉച്ചാരണം യോർ എന്ന് തന്നെയാണ്. യോ സ്മാർട്ട് എസ്റ്റർഡേ, യോ സ്മാർട്ട് എസ്റ്റർഡേ. ഇനി ഇത് തമ്മിൽ തിരിച്ചറിയുന്നത് യു ആർ എന്നുള്ളത് പ്രസൻറ്റ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത്, യു വെയർ എന്നുള്ളത് പാസ്റ്റ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ സമയത്തെ പറയുന്നതിനനുസരിച്ച് അത് മനസ്സിലാക്കിയാണ് യു ആർ ആണോ യു വെയർ ആണോ എന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, യു വിൽ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് U_L. ഇതിനെ നമ്മൾ യു എന്ന് വായിക്കും. You'll find your result tomorrow, you'll find your result tomorrow. You have എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് U_VE. നമ്മളതിനെ യു എന്നാണ് ഉച്ചരിക്കുന്നത്. You have done a good job, you've done a good job. You had എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് U_D എന്നാണ്.
അതേപോലെ തന്നെ യു വുഡിൻ്റെയും ഷോർട്ട് ഫോം എന്ന് പറയുന്നത് യു അപ്പോസ്ട്രോഫി ഡി എന്നാണ്. ഉച്ചാരണം എങ്ങനെയാണ്? യൂഡ് എന്നാണ്. യൂഡ് പ്ലേഡ് അമേസിംഗ്ലി ഇൻ ദ ലാസ്റ്റ് മാച്ച്. യൂഡ് പ്ലേഡ് അമേസിംഗ്ലി ഇൻ ദ ലാസ്റ്റ് മാച്ച്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, യു ഹാഡ് ആണെങ്കിൽ യൂഡ് കഴിഞ്ഞ് വരുന്നത് V3 ഫോം ആയിരിക്കും. യു വുഡ് ആണെങ്കിൽ ബേസ് ഫോം ഓഫ് ദി വേർബ് ആയിരിക്കും യൂഡ് കഴിഞ്ഞ് വരുന്നത്. ഓക്കെ, യൂഡ് പ്ലേ ക്രിക്കറ്റ് യെസ്റ്റർഡേ. യൂഡ് പ്ലേഡ് ക്രിക്കറ്റ് യെസ്റ്റർഡേ. ഓക്കെ, സോ യൂഡ് കഴിഞ്ഞ് V3 വരുവാണെങ്കിൽ അത് യു ഹാഡും, യൂഡ് കഴിഞ്ഞ് ബേസ് ഫോം ഓഫ് ദി വേർബ് വരുവാണെങ്കിൽ അത് യു വുഡും ആയിരിക്കും. ഓക്കെ, ഹി ഈസ്, ഹി വാസ്, ഹി ഹാസ്. ഇത് മൂന്നിൻ്റെയും ഷോർട്ട് ഫോം നമ്മൾ എഴുതുന്നത് ഹി അപ്പോസ്ട്രോഫി എസ് എന്നാണ്. ഇതിൻ്റെ ഉച്ചാരണം എന്ന് പറയുന്നത് ഹീസ് എന്നാണ്. ഹീസ്. ഹീസ് പ്ലേയിങ് മ്യൂസിക്. ഹീസ് പ്ലേയിങ് മ്യൂസിക്. ഹീസ് ദ വിന്നർ ഓഫ് ദ ലാസ്റ്റ് മാച്ച്. ഹീസ് ദ വിന്നർ ഓഫ് ദ ലാസ്റ്റ് മാച്ച്. ഹീസ് വെയിറ്റഡ് ഫോർ ദ ഷോ. ഹീസ് വെയിറ്റഡ് ഫോർ ദ ഷോ. ഇവിടെ ശ്രദ്ധിക്കണം, ഹി ഈസ് പ്ലേയിങ് എന്നാണ്. സോ പ്രസന്റ് ടെൻസിൽ വരുമ്പോൾ അത് ഈസിനെയും, പാസ്റ്റ് ടെൻസിലാണെങ്കിൽ അത് വാസിനെയും, ഇനി പെർഫെക്റ്റ് ടെൻസിലാണ് ആണെങ്കിൽ, അതായത് V3 ഫോം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹാസും ആയിരിക്കും. ഹി വിൽ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഹി അപ്പോസ്ട്രോഫി ഡബിൾ എൽ എന്നാണ്. ഇനി അത് ഉച്ചരിക്കുന്നത് ഹീൽ എന്നാണ്. ഷി സെഡ് ഹിൽ ബ്രിങ് ദി ഫുഡ്. ഷി സെഡ് ഹിൽ ബ്രിങ് ദി ഫുഡ്. ഓക്കെ, അടുത്തതായിട്ട് ഹി ഹാഡിനും ഹി വുഡിനും റെപ്രസെൻ്റ് ചെയ്യുന്ന ഷോർട്ട് ഫോം എന്ന് പറയുന്നത് ഹി അപ്പോസ്ട്രോഫി ഡി എന്നാണ്. ഹീഡ് ബ്രോക്കൺ ദ വിൻഡോ. ഹീഡ് ബ്രേക്ക് ദ വിൻഡോ. മനസ്സിലായോ? ഹി ഹാർഡ് ആണെങ്കിൽ ബ്രോക്കണും, ഹി വുഡ് ആണെങ്കിൽ ബ്രേക്കും ആയിരിക്കും. ഓക്കെ, ഷീ ഈസ്, ഷീ വാസ്, ഷീ ഹാസ്. ഇതിനെയെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്ന ഷോർട്ട് ഫോം എന്ന് പറയുന്നത് ഷീ അപ്പോസ്ട്രോഫി എസ് എന്നാണ്. ഇനി ഇത് ഉച്ചരിക്കുന്നത് ഷീസ് എന്നാണ്. ഷീസ് പ്ലേയിങ് ദ മ്യൂസിക്. ഷീസ് ദ വിന്നർ ഓഫ് ലാസ്റ്റ് മാച്ച്. ഷീസ് വെയിറ്റഡ് ഫോർ ദ ഷോ. ഷീ വിൽ എന്നതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് ഷീ അപ്പോസ്ട്രോഫി ഡബിൾ എൽ എന്നാണ്. അത് ഉച്ചരിക്കുന്നത് ഷീൽ എന്നാണ്. ഹി സെഡ് ഷീൽ ബ്രിങ് ദ ഫുഡ്. ഹി സെഡ് ഷീൽ ബ്രിങ് ദ ഫുഡ്. ഓക്കെ, അതേപോലെ ഷീ ഹാഡിനും ഷീ വുഡിനും ഉള്ള ഷോർട്ട് ഫോം എന്ന് പറയുന്നത് ഷീ അപ്പോസ്ട്രോഫി ഡി എന്നാണ്. ഷീറ്റ് എന്നാണ് അതിൻ്റെ ഉച്ചാരണം. ഷീറ്റ്. ഷീറ്റ് ബ്രോക്കൺ ദ വിൻഡോ. ഷീറ്റ് ബ്രേക്ക് ദ വിൻഡോ. ഓക്കെ, ഇനി വി ആറിനും വി വെയറിനും ഉള്ള ഷോർട്ട് ഫോം എന്ന് പറയുന്നത് വി അപ്പോസ്ട്രോഫി ആർ ഇ എന്നാണ്. വീർ എന്നാണ് വായിക്കുന്നത്. വീർ പ്ലാനിങ് ടു ഗോ ഫോർ എ മൂവി. വീർ പ്ലാനിങ് ടു ഗോ ഫോർ എ മൂവി. വീർ ഇൻ ഡൽഹി ലാസ്റ്റ് വീക്ക്. വീർ ഇൻ ഡൽഹി ലാസ്റ്റ് വീക്ക്. വി വില്ലിന്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് വി അപ്പോസ്ട്രോഫി ഡബിൾ എൽ. ഇതിനെ നമ്മൾ ഉച്ചരിക്കുന്നത് വീൽ എന്നാണ്. വിൽ ഹാവ് എ ബേബി നെക്സ്റ്റ് മന്ത്. വിൽ ഹാവ് എ ബേബി നെക്സ്റ്റ് മന്ത്. വി വുഡിന്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് വി അപ്പോസ്ട്രോഫി ഡി. വീറ്റ് എന്ന് പ്രൊനൗൺസ് ചെയ്യും. വീറ്റ് മേക്ക് ഇറ്റ് പോസിബിൾ. വീറ്റ് മേക്ക് ഇറ്റ് പോസിബിൾ. അതേപോലെ തന്നെ വി ഹാഡ് എന്നുള്ളതിൻ്റെയും ഷോർട്ട് ഫോം വി അപ്പോസ്ട്രോഫി ഡി എന്നാണ്. ഉച്ചാരണം വീറ്റ് എന്ന് തന്നെയാണ്. വീറ്റ് ബീൻ ദെയർ വെൻ ഹി കെയിം. വീറ്റ് ബീൻ ദെയർ വെൻ ഹി കെയിം. ദേ ആർ എന്നതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് ദേ അപ്പോസ്ട്രോഫി ആർ ഇ എന്നാണ്. ഓക്കെ, സോ ദേർ എന്നാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. ദേർ. ദേർ പ്രിപ്പയറിംഗ് ഫോർ ദ എക്സാം.
ദേ ആർ പ്രിപ്പയറിംഗ് ഫോർ ദി എക്സാം. അതേപോലെ തന്നെ ദേ വെയർ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നതും ദേ അപ്പോസ്ട്രോഫി RE എന്നാണ്. ദേർ എന്ന് തന്നെയാണ് അത് ഉച്ചരിക്കുന്നത്. ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ പബ്ലിക്. ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ പബ്ലിക്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഇംഗ്ലീഷിലെ ദേർ എന്ന് പറഞ്ഞാൽ അവിടെ എന്നുള്ള വാക്കും ദേർ, ദേ ആറും ദേ വെയറും എന്നുള്ളതിനും ഒരേ പ്രൊനൗൺസിയേഷൻ ആണ്. തെറ്റിപ്പോകുവാൻ ഇടയാകാതെ നോക്കുക. ഓക്കെ, ദേ വിൽ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് ദേ അപ്പോസ്ട്രോഫി LL ആണ്. ഇനി അതിൻ്റെ ഉച്ചാരണം ദേൽ എന്നാണ്. ദേ ഇൽ, ദേ മേക്ക് ഇറ്റ് പോസിബിൾ ഫോർ ദം. ദേ മേക്ക് ഇറ്റ് പോസിബിൾ ഫോർ ദം. ദേ ഹാവ് എന്നതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് ദേ അപ്പോസ്ട്രോഫി VE എന്നാണ്. ഉച്ചാരണം ദേവ്, ദേവ്. They've been to Chennai for vacation. They've been to Chennai for vacation. They would എന്നതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് ദേ അപ്പോസ്ട്രോഫി D എന്നാണ്. അത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ദേറ്റ്, ദേറ്റ്. They'd change the parts needed. They'd change the parts needed. അതേപോലെ ദേ ഹാഡ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമും ദേ അപ്പോസ്ട്രോഫി D എന്നാണ്. അതിൻ്റെ പ്രൊനൗൺസിയേഷനും ദേറ്റ് എന്നാണ്. They'd got an invitation to museum. They'd got an invitation to museum. They'd. Who are എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് who അപ്പോസ്ട്രോഫി RE. അത് പ്രൊനൗൺസ് ചെയ്യുന്നത് who'ർ. He asked me who are you. He asked me who you. Who you. Who will എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് who അപ്പോസ്ട്രോഫി LL. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ who'll, who'll. Who'll solve this problem. Who'll solve this problem. Who have എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് who അപ്പോസ്ട്രോഫി VE. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ who എന്നാണ്. Who. Who been there in London for you. Who been there in London for you. Who would എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് who അപ്പോസ്ട്രോഫി D. പ്രൊനൗൺസിയേഷൻ who'd. He is the man who'd arrange the party. He is the man who'd arrange the party. There is എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണ് there അപ്പോസ്ട്രോഫി S. Days എന്നാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. Days. Days the problem lies. Days the problem lies. What is എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് what അപ്പോസ്ട്രോഫി S എന്നാണ്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ what's. What's. What's the matter. What's the matter. Where is എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണ് where അപ്പോസ്ട്രോഫി S. നമ്മൾ പ്രൊനൗൺസിയേഷൻ ചെയ്യുന്നത് where's. Where's. Where's the thing you hid it. Where's the thing you hide it. ഇനി am not. am not എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണ് ain't. ain't. I ain't interested in it. I ain't interested in it. അപ്പം ain't എന്ന് പറഞ്ഞാൽ am not എന്നാണ്. ഓക്കെ, is not എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണ് is N അപ്പോസ്ട്രോഫി T. ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ isn't. Isn't. This isn't make anything good. This isn't make anything good. are not എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണ് RN അപ്പോസ്ട്രോഫി T. പ്രൊനൗൺസിയേഷൻ aren't. Aren't. Who aren't going for the trip. Who aren't going for the trip. Was not എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണ് wasn't. Wasn't. He wasn't there for me. He wasn't there for me. Were not എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണ് weren't.
weren't. You weren't helping them. You weren't helping them. Does not എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണ് doesn't. Doesn't. He doesn't like dance. He doesn't like the dance. Do not എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണ് don't. Don't. I don't want to see it. I don't want to see it. Did not ഇതിൻ്റെ ഷോർട്ട് ഫോം ആണ് didn't. Didn't. He didn't go for the movie. He didn't go for the movie. Need not എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണ് needn't. Needn't. It is needn't to involve others. It is needn't to involve others. Can not എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണ് can't. Can't. They can't give you the job. They can't give you the job. Could not അതിൻ്റെ ഷോർട്ട് ഫോം ആണ് couldn't. Couldn't. I couldn't be there at the right time. I couldn't be there at the right time. Will not എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണ് won't. Won't. Won't you come back? Won't you come back? Would not എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണ് wouldn't. Wouldn't. Police wouldn't allow visitors to go there. Police wouldn't allow visitors to go there. Has not എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണ് hasn't. Hasn't. Ramu hasn't studied well. Ramu hasn't studied well. Have not ഇതിൻ്റെ ഷോർട്ട് ഫോം ആണ് haven't. Haven't. They haven't get ready for the test. They haven't got ready for the test. Had not എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണ് hadn't. Hadn't. Students hadn't failed the expectation. Students hadn't failed the expectation. Might not. Mightn't. Mightn't. Ben mightn't arrive today. Ben mightn't arrive today. Must not. Mustn't എന്നല്ല പറയുന്നത് mustn't. Mustn't. You mustn't break the rules. You mustn't break the rules. May not എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം mayn't. Mayn't. It mayn't be rain today. It mayn't be rain today. Should not. Shouldn't. Shouldn't. You shouldn't be here. You shouldn't be here. Let us ഇതിൻ്റെ ഷോർട്ട് ഫോം ആണ് let's. Let's play the football. Let's play the football. Want to എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണ് wanna. Wanna. You wanna come my home. You wanna come my home. What are you എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണ് watcher. Watcher. Watcher waiting for. Watcher waiting for. Kind of. Short form kinda. Kinda. He's a kinda wrong person. He's kinda wrong person. Don't know. ഇതിൻ്റെ ഷോർട്ട് ഫോം ആണ് do know. Do know. I don't know who is behind this. I don't know who is behind this. Let me. Let me. Let me. She let me go home. She let me go home. Give me. Give me. Give me. He's gonna give me the birthday gift. He's gonna give me the birthday gift. Tell them. Tell them. Tell them. Tell them. Please tell them I won't come. Please tell them I won't come. Isn't it എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണ് in it.
He is cunning in it. In it. He is cunning in it. Going to. Gonna. Going to. Gonna. I'm gonna beat him. I'm gonna beat him. Need to. Needa. Need to. Needa. Students need a have a vacation. Students need a have a vacation. Got to. Gotta. Got to. Gotta. I gotta go. I gotta go. Got you എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണ് ഗോച്ച. Got you. Gotcha. Yes, I gotcha. Yes, I gotcha. Come on. Come on. Come on. Come on. Come on, let's have the party. Let's have the party. Come on, let's have the party. Could have. Could have. Could have. Would have. Would have. Would have. Should have. Should have. Should have. Will have. Will have. Will have. Will have. Madam എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണ് മാം. മാം, could you help me with the lesson, മാം? ഓഫ് ദ ക്ലോക്ക് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണ് ഓ ക്ലോക്ക്. ഓ ക്ലോക്ക്. ഇറ്റ്സ് 7 o'clock. ഓക്കെ, ഇപ്പം കോൺട്രാക്ഷന് വേണ്ടിയിട്ടുള്ള 2 വേർഡ് പെയർ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ 2 ഷോർട്ട് ഫോംസ് ആക്കുകയില്ല, ഏതെങ്കിലും ഒന്നേ ചെയ്യുകയുള്ളൂ. ഉദാഹരണം, വി ഹാവ് നോട്ട് എന്നുള്ളതിനെ ഒന്നുകിൽ വി ഹാവിൻറ്റ് അല്ലെങ്കിൽ വിവ് നോട്ട് എന്നേ എഴുതുകയുള്ളൂ. വിവിൻറ്റ് എന്ന് നമ്മൾ എഴുതുകയില്ല. ഓക്കെ, അതേപോലെ ഹി ഈസ് നോട്ട് എന്നുള്ള വേർഡ് പെയറിനെ ഒന്നി നമ്മൾ ഹി ഇസിൻറ്റ് എന്നോ അല്ലെങ്കിൽ ഹീസ് നോട്ട് എന്നോ എഴുതുകയുള്ളൂ. ഹീസിൻറ്റ് എന്ന് എഴുതുകയില്ല, ഹീസിൻറ്റ് എന്ന് എഴുതുകയില്ല. ഓക്കെ, ഐ ഹാഡ് ഇനഫ് മിൽക്ക് എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ എഴുതും? I'd had എന്ന് മാത്രമേ എഴുതുകയുള്ളൂ. ഓക്കെ, ഐ ഹാവ് ഹാഡ് എന്നൊരു ഫോം ഉണ്ട് നമുക്ക്. അത് നമ്മൾ എങ്ങനെ ഷോർട്ട് ഫോം എഴുതുമെന്ന് പറഞ്ഞാൽ I've had enough food. I've had enough food എന്നേ എഴുതുകയുള്ളൂ. വേറൊരു കൺട്രാക്ഷനും അതിന് അവൈലബിൾ അല്ല. ഓക്കെ, സോ ഇതാണ് പ്രധാനമായിട്ടുള്ള ഇംഗ്ലീഷ് കൺട്രാക്ഷൻസ് എന്ന് പറയുന്നത്. പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ നിത്യജീവിതത്തിൽ ഇപ്പോൾ മൂവീസ് കാണുമ്പോഴൊക്കെ ഈ കൺട്രാക്ഷൻസ് അതിലൊക്കെ വരുന്നതാണ്. സോ അതിലുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുക. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ.